കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ നേരത്തെ ആയി. ഇന്നിപ്പോൾ ദശമിയല്ലേ. രാവിലെ 3 മണിക്ക് നിർമ്മാല്യത്തിന് അങ്ങോട്ട് തുറന്നതാണ്. പിന്നെ ഭഗവാൻ ഇനിയിപ്പോൾ ഉറങ്ങില്ല, ഒന്നുമില്ല. നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ചതുർബാഹുവായ രൂപത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത്, ദർശനം തരാനായിരിക്കണത് നോക്കാം. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് ഇന്നിപ്പോൾ കേശവൻ്റെ അനുസ്മരണവും അങ്ങനെയൊക്കെ പാടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടാട്ടോ. അങ്ങനെ മഞ്ജുളാലിനെ പ്രദർശനം ചെയ്ത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അവിടെ വന്നിട്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് ഗണേശനോട് പ്രാർത്ഥിക്കുക. അതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ മുട്ടൊക്കെ ഇറക്കാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗോപുരവാതിലിങ്ങനെ കടന്ന് അകത്തേക്ക് വരാം. അവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ. ഭഗവാന്റെ ആ ഒരു ഏകാദശിയുടെ അതിൻ്റെ ചടങ്ങുകൾക്കായിട്ട് ദശമി വിളക്കിൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വലിയ ബലിക്കല്ല് കാണുന്നു. പിന്നെ ഗജരാജൻ കേശവൻ്റെ ആ 2 കൊമ്പുകൾ, അതിൻ്റെ നടുക്കായിട്ട് ലക്ഷ്മി ദേവി, അതൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ ആ വാതിൽപ്പടി കയറുകയാണ്. ഇടതുവശത്തേക്ക് നോക്കിയിട്ട് ആദ്യം കാണുന്ന ആ പീഠം, അത് ആകെ ഒരു പീഠമേ ഉള്ളൂ. അപ്പോൾ ആ പീഠം നോക്കിയിട്ട് തൊഴുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്തോത്തമനായ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു പീഠമാണ്. അതേപോലെ ആ കിടാവിളക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക, ജീവാത്മാവ് അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ വിളക്കിങ്ങനെ കൊളുത്തി വെക്കുന്നത്. അപ്പോൾ അത് നമ്മളും അദ്ദേഹത്തെ സ്മരിക്കുക. അതുപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്നറിയണ ആ തൂണ്, അതായത് നാരായണീയ എഴുതുമ്പോഴേ അദ്ദേഹത്തിന് ആ രൂപം അങ്ങോട്ട് മനസ്സിലേക്ക് വന്നില്ല അത്ര. അപ്പോൾ അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പ്രകാശപൂരിതമായിട്ടുള്ള രൂപം, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ ചൂണ്ടാണി വിരലിൻ്റെ മുകളിൽ ആ ഗോവർദ്ധനഗിരിയെ ഇങ്ങനെ പൊന്തിച്ച് ആ ഗോക്കളെയൊക്കെ, ആ ഗോപാലന്മാരെയൊക്കെ രക്ഷിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ഗോവർദ്ധനഗിരിധാരിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത്. ആ തിരുമുടിയൊക്കെ ഇങ്ങനെ പീലിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് വളരെ മനോഹരമായിട്ട്, വളരെ എന്താ പറയുക, ആ സ്വതസിദ്ധമായ ആ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നമ്മളെ ഭക്തരെ എല്ലാവരെയും ഈ ദശമി ദിനത്തിൽ അനുഗ്രഹിക്കാനായിട്ടിങ്ങനെ ആ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഭഗവാനെ, പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ ആ ഗോവർദ്ധനഗിരിധാരിയായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ തിരുമുടിമാല 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയും ആയിട്ടുള്ളത്. അതേപോലെ വെളുത്ത പൂവ്, തുളസി, തെച്ചി ആയിട്ടുള്ളതാണ് ഉണ്ടമാല. അങ്ങനെ നല്ല രസമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഗോവർദ്ധനഗിരിധാരിയുടെ ആ രൂപം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഏകാദശിക്ക് വരുന്ന ആളുകളും വരാൻ പറ്റാത്ത ആളുകളൊക്കെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നങ്ങോട്ട് മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സിൻ്റെ കൂടെ അങ്ങോട്ട് വരിക, അവിടെ നിന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ കേൾക്കും, തീർച്ചയായും കേൾക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ബലിക്കല്ല്, അതായത് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. തിടപ്പള്ളി നോക്കി തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഗണേശൻ്റെ മുഖമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോവും ആ കിടാവിളക്കും കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടെ നിന്ന് ഭഗവതിക്കനാണ് കേട്ടോ. കക്കാട് ഭഗവതിക്കനാണ് ഇന്നത്തെ അലങ്കാരം. അപ്പോൾ അദ്ദേഹം ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അവിടുന്ന് അതിന് ശേഷം വാമനരൂപവും
അതേപോലെ ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ടു തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ടു തൊഴുത് അവിടെയും ധാരാളം പൂക്കളുണ്ട്, മാലകൾ. അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കാണുന്നത് നരസിംഹാവതാരമാണ്. ഉഗ്രരൂപയായ നരസിംഹാവതാരം മുകളിലിങ്ങനെ കണ്ട് തൊഴുന്നു. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളായ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ടു തൊഴുത്, കൃഷ്ണനെയൊക്കെ കണ്ടു തൊഴുത്, മുരുകനെയും കണ്ടു തൊഴുക. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്നൊരു വെറ്റിലമാല ഉണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ അടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ മുകളിലേക്ക് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കാണാം. വെയിലിൻ്റെ ആ സൂര്യരശ്മികളേറ്റ് ഇങ്ങനെ കൊടിമരം ഇങ്ങനെ നല്ല തിളക്കം, അതൊക്കെ കണ്ടിങ്ങനെ വന്ന് മറ്റേ എന്താ പറയുക, നൃത്താറയും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. എന്നിട്ട് ഇടത്തരികത്തുകാവിലെ ഭഗവതീനെ, നമ്മുടെ അമ്മേനെ കാണാനായിട്ട് അങ്ങനെ പോവാം. അങ്ങനെ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും വലിയ തിരക്കെന്ന് പറയാനില്ല. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴോ ആ ഗോളകി തന്നെയാണ്, ആകെ ചുവപ്പ് ഇങ്ങനെ കാണുന്നു, ചുവപ്പ് മയമായിട്ട് അതിലാ ഗോളകി. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. ധാരാളം തുളസിപ്പൂക്കളൊക്കെ അർച്ചന ഉണ്ട്, തെച്ചിപ്പൂക്കളൊക്കെ. അതുകൊണ്ട് അമ്മേനെ പ്രാർത്ഥിക്കുക, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂരും പോയിട്ട് ദർശനം കിട്ടി. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോവർദ്ധന ഗിരിധാരിയെ കണ്ട് തൊഴുത് നമസ്കരിച്ച് പിന്നെ കൂത്തമ്പലത്തിലേക്ക് എത്താം. അവിടെ വന്ന് അവിടെയും ആ കടാവിളക്ക് കാണാം, അത് കണ്ട് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, സ്വാമിമാരുടെ തിരക്കൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് കറുത്ത മുണ്ടാണ്. ആകെ ഇങ്ങനെ വലിയ കറുത്ത മുണ്ട് ഇതാക്കിയിട്ടുണ്ട്. ഇന്ന് ചന്ദന ചാർത്തില്ല, കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിയ സ്വർണത്തിൻ്റെ കാശുമാല പോലത്തെ മാലകളുണ്ട്. അതൊക്കെയാണ് അവിടുത്തെ അലങ്കാരം. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതിൻ്റെ മുകളിലുള്ള ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് പോന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരുക. അങ്ങനെ പോരുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനമൊക്കെ വരുമ്പോൾ നാളേക്കുള്ള ആ ഒരുക്കങ്ങളാണ്. അവിടെയൊക്കെ അങ്ങനെ ഷെഡ് കെട്ടിയിട്ട് നാളത്തെ ഏകാശിയുടെ ഒരുക്കങ്ങളാണ്. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് നേരെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ വിഗ്രഹം, കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വരുന്നു. തെക്കേ നടയിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ശില്പങ്ങൾ, അതായത് ചിത്രങ്ങൾ, ഭാഗവതത്തിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ നമ്മുടെ പുറത്തെ ചുമരുകളിൽ അങ്ങനെ ആലേഖനം ചെയ്യുകയാണ്. പക്ഷേ പുറത്തേക്കായിട്ടില്ല, കാണാൻ കഴിയില്ല. നമുക്കിങ്ങനെ കാണാം, ഫോട്ടോ എടുക്കാനൊന്നും പാടില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കാണുന്നു. ഇനിയിപ്പോൾ നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് ഭക്തർക്ക് എല്ലാവർക്കും അത് കാണാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനി അതുപോലെ ലൈവിലും വീഡിയോസും ഒക്കെ ആയിട്ട് ഇന്നൊക്കെ ഉണ്ടാവും കേട്ടോ, കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഉണ്ടാവുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്ക് എല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.